കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം. ഈ മീറ്റിംഗ് ആമേൻ ഷെയർ ചെയ്യുകയും ആമേൻ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഈ പകൽക്കാലം ചോദിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ഒരു അവസരം കൂടെ കർത്താവ് ഒരുക്കിയല്ലോ. അതോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകലിൽ നമുക്ക് അല്പനിമിഷം ധ്യാനിപ്പാൻ സദൃശ്യവാക്യങ്ങൾ 13-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. സദൃശ്യവാക്യങ്ങൾ 13-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അതിങ്ങനെയാണ് വായിക്കുന്നത്: ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവ് ആകുന്നു, അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് നമ്മൾ വായിച്ച് കേട്ടത്. ഈ 11-ാമത്തെ അധ്യായം, 12-ാമത്തെ അധ്യായം, 13-ാമത്തെ അധ്യായം, 14-ാമത്തെ അധ്യായം ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 12-ാമത്തെ അധ്യായത്തിൽ നീതിമാനെക്കുറിച്ച് നിരവധി സ്ഥലത്ത് നീതിമാൻ എന്ന് പറയുന്നു. 12-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നീതിമാൻ, 10-ാമത്തെ വാക്യത്തിൽ നീതിമാൻ. ആമേൻ. തുടർന്ന് നമ്മൾ ചിന്തിച്ച് താഴോട്ട് വരുമ്പോൾ അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ നീതിമാന്, 26-ാമത്തെ വാക്യത്തിൽ നീതിമാന്, 28-ാമത്തെ വാക്യത്തിൽ നീതിമാന്. എന്നാൽ 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ജ്ഞാനമുള്ള മകൻ അപ്പൻ്റെ പ്രബോധനത്തെ ആമേൻ ഫലം ആമേൻ നോക്കൂ, പരിഹാസിയോ ശാസന കേട്ട് അനുസരിക്കുന്നില്ല. അപ്പം ജ്ഞാനമുള്ള മകൻ അപ്പൻ്റെ പ്രബോധനത്തിൻ്റെ ഫലം അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവന് കിട്ടും. പക്ഷേ ജ്ഞാനമില്ലാത്ത ഹൃദയങ്ങളെ ഉപദേശിക്കാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ ആ ഉപദേശം ഒരിക്കലും ഫലമാകത്തില്ല. കാരണം അവർ ദൈവമായിട്ടൊരു ബന്ധമില്ലാത്തവരാ. ഇവിടെ നമ്മൾ വായിച്ചത് ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു. കണ്ടോ? ഇന്നത്തെ കാലഘട്ടം നോക്കിയ എൻ്റെ ദൈവമേ, ഉപദേശിക്കാൻ തുടങ്ങിയാൽ ആരെ ഉപദേശിക്കാനാ? ഒരാളിന് സ്വന്തം മക്കളെപ്പോലും ഉപദേശിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം. ഒത്തിരി പിതാക്കന്മാർ പറയുക, മക്കളില്ലാതിരുന്നെങ്കിൽ നല്ലത്, ജനിച്ചു പോയല്ലോ. കാരണം ഉപദേശം അപ്പൻ പറയുന്നത് കേൾക്കുന്നില്ല. പോട്ടെ, അമ്മ പറയുന്ന ഇവർ രണ്ടുപേർ പറയുന്നത് കേൾക്കുന്നില്ല. പോട്ടെ, സഭയിലെ ശുശ്രൂഷകൻ പറയുന്നതോ പള്ളിയിലും പോകത്തില്ല. ഉപദേശിച്ചു കഴിഞ്ഞാൽ പള്ളിയിലും പോകത്തില്ല. അഥവാ പോയാൽ എന്തെങ്കിലും ഉപദേശത്തിൻ്റെ വാക്ക് അഭിഷത്തിൻ്റെ വായിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലും പോകത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന സഭയും ഇങ്ങനെയുള്ള മക്കളെ കൊണ്ട് പൊറുതിമുട്ടി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന അപ്പനും അമ്മയും ഇവിടെ വായിക്കുന്നു. അതിനാൽ മരണത്തിൻ്റെ കെണികളെ എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും, ഉപദേശം കേട്ട് കഴിഞ്ഞാൽ. ആമേൻ. ഉപദേശം എന്ന് പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ. ആമേൻ. അത് എല്ലാവർക്കും അത് ഫലിക്കണമെന്നില്ല. ഉപദേശിക്കുന്ന ഒരു ദൈവപൈതൽ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ, ആരാധിക്കുന്ന ഒരു ദൈവപൈതൽ, ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു ദൈവപൈതൽ, ആ കർത്താവിൻ്റെ മഹത്വമേറിയ പ്രവൃത്തികൾക്കായി നിൽക്കുന്ന ദൈവപൈതൽ, ദൈവത്തിൻ്റെ സഭയെ അംഗീകരിക്കുന്ന, ഉപദേശം അംഗീകരിക്കുന്ന, ദൈവപ്രവൃത്തിയെ അംഗീകരിക്കുന്ന ദൈവപൈതൻ്റെ ജീവിതത്തിൽ എന്ത് മാറിപ്പോകും? മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും. അപ്പോൾ എന്താണോ? മരണത്തിൻ്റെ കെണികളോ ഒഴിഞ്ഞു പോകും. അപ്പോൾ ഉപദേശം കേൾക്കാത്തവർക്കോ ആമേൻ അവരുടെ ജീവിതത്തിൽ വരുന്നത് സ്ഫോടനങ്ങൾ പോലെയാണ്. നമുക്ക് 17-ാമത്തെ വാക്യം. ആമേൻ. ദുഷ്ടദൂതൻ
വേഷത്തിൽ ആമേൻ അകപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തനായ ആമേൻ ആമേൻ ദൈവ പൈതലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദുഷ്ടൻ അല്ലെങ്കിൽ ദുഷ്ടദൂതൻ വേഷത്തിൽ അകപ്പെടുന്നു. ആമേൻ. എന്ത് ചെയ്യുന്നു? ദോഷത്തിൽ അകപ്പെട്ടു പോകുന്നു. അപ്പൊ ഈ ദോഷത്തിൽ അകപ്പെട്ടു പോകുന്ന സ്തോത്രം ദൈവപൈതലെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിനകത്തായിരിക്കണം, ദൈവത്തിൻ്റെ ഉപദേശത്തിനകത്ത്. എന്താണ് നമ്മൾ ഈ ഉപദേശം കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഈ ഉപദേശം കൊണ്ട് നമ്മൾ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? സ്തോത്രം. എന്നാൽ നോക്കൂ, സദൃശ്യവാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സദൃശ്യവാക്യങ്ങൾക്കകത്ത് 10-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പറയും, നീതിമാന്റെ വായി ജീവന്റെ ഉറവാകുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായി സാഹസം മൂടുന്നു. അപ്പൊ ദൈവത്തിൻ്റെ ആ ഉപദേശത്തിനകത്ത് നിൽക്കുന്ന ദൈവകുഞ്ഞിൻ്റെ ജീവിതത്തിൽ ആമേൻ ഉപദേശം വേണ്ട എന്ന നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണുന്നത്. ഉപദേശം വേണ്ട, എന്നെ ആരും ഉപദേശിക്കണ്ട, എനിക്കറിയാം, ഞാൻ ഇങ്ങനെ പോകൂ. 14-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാം വാക്യം, യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കെണികൾ എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. സ്തോത്രം. അപ്പൊ യഹോഭക്തിയുള്ള ദൈവത്തിൻ്റെ പൈതലിന് വേണ്ടി ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ. ഇന്ന് അത്ഭുതങ്ങൾ മാത്രമാണുള്ളത്. വചനം ആർക്കും വേണ്ട, പ്രസംഗമേ വേണ്ട. പ്രസംഗമെന്ന് പറയുമ്പോഴേ അലർജിയാ. ആമേൻ. ഒരു പ്രസംഗം, മരണം വിട്ടിപ്പോയാലും പ്രസംഗം അല്ലേ? അപ്പോൾ ഏത് തലത്ത് പോയാലും ഒരു ദൈവദാസൻ പ്രസംഗിക്കും, വചനം പ്രസ്താവിക്കും. അതിന്ന് ആർക്കും ഇഷ്ടമല്ല. വചനം പ്രസംഗിക്കുന്നതോ വചനം സംസാരിക്കുന്നതോ വചനത്തിൽ കൂടെ എന്തെങ്കിലും പറയുന്നതോ ഇന്ന് ഇഷ്ടമല്ലാത്തൊരു ഘട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പൈതൽ ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ട ഒരു ഭാഗം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് സ്തോത്രം, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളും എന്നെ തുടർന്നു പിടിച്ചു. കണ്ടോ? ഉപദേശം ലംഘിക്കുന്ന. എന്താണ് ആദ്യത്തെ ഉപദേശത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ സങ്കീർത്തന ഭാഗത്തിലേക്ക് ഒരു പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നീ എന്ത് ചെയ്യരുത്? നടക്കരുത്. ഉപദേശമാണ്. പാപികളുടെ വഴി നീ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഉപദേശങ്ങൾക്കകത്ത് നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ ആ ഉപദേശങ്ങൾക്കകത്ത് എന്ത് ചെയ്യണം? നിൽക്കണം. ദൈവം അതാ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം അതിനകത്തൊരു ദൈവ പൈതൽ നിന്നെങ്കിൽ ദൈവത്തിന് ഒരു പ്രവൃത്തി നിങ്ങളിൽ ചെയ്തെടുക്കാൻ കഴിയും. ആമേൻ. എന്താണ്? സ്തോത്രം. ആത്മാവിൻ്റെ ഫലങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് കേട്ടാൽ 1, 2, 3, 4, 5, 6, 7, 8, 9. ഒന്നാമത്തെ ഫലം എന്താണ്? സ്നേഹം. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ. രണ്ടാമത്തെ ഫലങ്ങൾ എന്തൊക്കെയാണ്? സന്തോഷം. നഹൂമിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. എന്നാൽ 3-ാമത്തെ ഫലം എന്താണ്? സമാധാനം. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അടുത്ത ഉപദേശം എന്താണ്? അടുത്ത തൻ്റെ ഫലങ്ങൾ എന്താണ്? ദീർഘക്ഷമ. എന്താണ് ദീർഘക്ഷമ? കൊലോസ്യർ 3:13. അടുത്തെന്താ? 5-ാമത്തത് ദയ. എഫേസ്യ ലേഖനം 4:32. അടുത്തെന്താ? 6-ാമത് പരോപകാരം. ആമേൻ. എന്താണ്? സ്തോത്രം. ഗലാത്യർ 6:9. അടുത്ത 7 വിശ്വസ്തത. ആമേൻ. 1 കൊരിന്ത്യർ ലേഖനം 4:2. പ്രൈസ് ദി ലോർഡ്. അടുത്ത 8 സൗമ്യത. മത്തായി 11:29.
9 ഇന്ദ്രിയജയം. ആമേൻ. സദൃശ്യവാക്യങ്ങൾ 16:32. ഇതെന്താണ്? ഇതാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ. ഇതാണ് ഒരു വ്യക്തിയുടെ മേലുണ്ടാകേണ്ടത്. ആമേൻ. ഈ 9 ഫലങ്ങളും ഒരു വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ സഭ അനുഗ്രഹിക്കപ്പെടും. ഗലാത്യ ലേഖനം 5:22 മുതൽ ആമേൻ 23 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ശക്തമായി പൗലോസ് പറയുന്നു, ആമേൻ, ദൈവമക്കൾക്ക് ഇന്നില്ലാതെ പോയത് ആമേൻ ഒന്നാമത്തെ ഫലമാ സ്നേഹം. സ്നേഹമില്ല. ആമേൻ. തമ്മിൽ സ്നേഹിപ്പാനോ ആമേൻ തമ്മിൽ ഭാരങ്ങളെ വഹിപ്പാനോ ഇന്ന് മനുഷ്യന് കഴിയാതിരിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചത് ജ്ഞാനിയുടെ ഉപദേശം. അപ്പോൾ ഒരു അഭിഷക്തൻ ഒരു ഉപമനെ ഉപദേശിക്കുകയാ. ആമേൻ. ആ ഉപദേശത്തിനകത്ത് ഒരു ദൈവപൈതൽ നിൽക്കണം. അതാണ് ദൈവത്തിൻ്റെ പ്ലാന്. അതിനകത്തൊരു ദൈവപൈതൽ നിന്നു കഴിഞ്ഞാൽ കർത്താവിന് കാര്യാദികൾ ചെയ്യാൻ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനകത്ത് നമുക്കൊരു റിസൾട്ട് ഉണ്ടാകും. ദൈവപൈതലെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ഒരു ദൈവപൈതൽ ആമേൻ നിൽക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു വലിയ റിസൾട്ട് ദൈവം നമുക്ക് തരും. ഉറപ്പായിട്ടും ഈ ദിവസങ്ങളിൽ ദൈവകുഞ്ഞുങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥന ജീവിതത്തിൽ കുറയരുത്, നിലവിളികൾ കുറയരുത്. ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടുവിൽ നിൽക്കാൻ ആമേൻ പലപ്പോഴും മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ ആമേൻ ദൈവത്തിൻ്റെ പ്രമാണത്തിനകത്ത് നിൽക്കാൻ ദൈവകുഞ്ഞുങ്ങൾ തയ്യാറാകണം. കർത്താവ് അതാ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ഉപദേശം, ജ്ഞാനിയുടെ ഉപദേശം ജീവൻ്റെ ഉറവാകുന്നു. അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും. ആമേൻ. ചില മരണത്തിൻ്റെ കെണികൾ ഇന്ന് പകൽക്കാലം ഒഴിഞ്ഞു പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആമേൻ കർത്താവേ കടന്ന സമയം മുതൽ സമയം വരെയും പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നല്ലോ. അവൻ്റെ സാന്നിധ്യം കൊണ്ട് പൊതിഞ്ഞല്ലോ കർത്താവേ. ദൈവകൃപയിൽ പിന്നെയും മറിക്കണം, അത്ഭുതങ്ങളെ ചെയ്യണം. ജനങ്ങളെ ദൈവം എല്ലാ ജനത്തെയും കർത്താവെ അങ്ങ് അവിടുന്ന് അനുഗ്രഹിക്കണം. രോഗികളെ സൗഖ്യമാക്കണം, പിന്മാറ്റക്കാരെ ആസ്ഥാനപ്പെടുത്തണം. ഉപദേശം ലംഘിക്കുന്നവരെ കർത്താവെ ചേർത്ത് പിടിക്കണമേ. അവരുടെ കുറവുകളെ ക്ഷമിക്കണം, അത്ഭുതങ്ങളെ ചെയ്യണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.